Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ പാർട്ട് എയിലുള്ള 2 വെയിറ്റേജ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസും നോക്കണം കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതാണ് ആദ്യത്തെ. ദെൻ പിന്നെ നെക്സ്റ്റ് 3 ടീമുകളുണ്ട്. മെയിനായിട്ട് 2 വിഷൻ അതുപോലെ തന്നെ മിഷൻ. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. മിഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ വിഷൻ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ എൻവയോൺമെൻറ്റൽ അനാലിസിസിനെ പറ്റിയിട്ട് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് എൻവയോൺമെൻറ്റൽ അനാലിസിസ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ അതിൽ ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യരുത്. ദെൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് എന്താണ്, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ പ്രോസസ്സ് നോക്കിയിരിക്കണം. അപ്രോച്ചസും ഉണ്ട്, പ്രോസസ്സും ഉണ്ട്, നോക്കിയിരിക്കണം കേട്ടോ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, റിപ്പീറ്റാണ്. ഇനി പോർട്ടറിൻ്റെയോ അതല്ലെങ്കിൽ മിൻസ്ബർഗിൻ്റെയോ ഇതിലേതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റായിട്ട് കണ്ടുവരാറുണ്ട്, നോക്കി പോകണം കേട്ടോ. നമ്പർ 1 പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ അത് 2 വെയിറ്റേജിലേക്ക് എടുത്തിട്ട് ചോദിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നോക്കി പോകണം. അതുപോലെ തന്നെ മിൻസ്ബർഗിൻ്റെ 5P സ്ട്രാറ്റജി, 5Ps സ്ട്രാറ്റജി. മിൻസ്ബർഗോ അതല്ലെങ്കിൽ പോർട്ടറോ ഇതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ടുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാൻ, അതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഈ എക്സ്പ്ലെയിൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ
ജോയിൻറ്റ് വെഞ്ചർ, ഇൻ്റർനാഷണൽ ജോയിൻറ്റ് വെഞ്ചർ, ഇൻ്റർനാഷണൽ ജോയിൻറ്റ് വെഞ്ചർ. ഇതിനൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക പേപ്പറിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ബെനഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വരാറ്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് മറ്റൊരു ടോപ്പിക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കറിയാം സോട്ട് അനാലിസിസ്, അതുപോലെ തന്നെ ETOP. ഇതിലേതെങ്കിലും 2 വെയിറ്റേജോ അതല്ലെങ്കിൽ 3 വെയിറ്റേജോ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ KFS. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് നോട്ടിന് നമുക്ക് പ്രതീക്ഷിക്കാം 3 വെയിറ്റേജിൽ കേട്ടോ, അതല്ലെങ്കിൽ 2 വെയിറ്റേജ്, കൂടുതൽ 2 വെയിറ്റേജ് ആയിട്ടും വരാറുണ്ട്. ഇനി വരാറുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്ട്രാറ്റജീസ്, അതിൽ ഡിവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഡിവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ്. ഇപ്പോൾ നമുക്ക് അതിൽ മെർജർ ഉണ്ട്, ദെൻ എക്സ്പാൻഷൻ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ 3 വെയിറ്റേജിൻ്റെ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഒന്നെങ്കിൽ 2 വെയിറ്റേജ് അല്ലെങ്കിൽ നമുക്ക് 3 വെയിറ്റേജ് ആയിട്ടും പ്രതീക്ഷിക്കാം. ഡ്യൂപോൺ കൺട്രോൾ മോഡലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വെയിറ്റേജിൻ്റെ ഡ്യൂപോൺ കൺട്രോൾ മോഡൽ. അത് 2 വെയിറ്റേജോ 3 വെയിറ്റേജോ ആയിട്ട് പലപ്പോഴും മാറി മാറി വരാറുള്ളതാണ്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് എ ഫേം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് ചോദ്യമാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ടെക്നിക്സ് used in forecasting environment factors. ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കിയിരിക്കണം കേട്ടോ. എൻവയോൺമെൻറ്റൽ അനാലിസിസോ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങോ അതിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാറി മാറി വരുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെർജർ, 4 ടൈപ്സ് ഓഫ് മെർജർ ചോദിക്കാറുള്ളതാണ്. നോക്കിയിരിക്കണം. എക്സ്പ്ലെയിൻ 4 ടൈപ്സ് ഓഫ് മെർജേഴ്സ്. ഓക്കെ, നോക്കിയിരിക്കണം. തിയറി ആയിട്ട് 2 വെയിറ്റേജിൻ്റെയോ അതല്ലെങ്കിൽ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന പോർട്ടറുടെ 5 ഫോഴ്സസ് അല്ലെങ്കിൽ ജനറിക് സ്ട്രാറ്റജി, മിൻസ്ബർഗിൻ്റെ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ഒന്നെങ്കിൽ 3 വെയിറ്റേജ് അല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ മാറി മാറി പ്രതീക്ഷിക്കുന്നതാണ്. നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. ബാലൻസ് സ്കോർ കാർഡ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അതുപോലെ തന്നെ കോർ കോമ്പിറ്റൻസ്, അത് 2 വെയിറ്റേജിൻ്റെയിലാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. വേണമെങ്കിൽ അത് ഇവിടെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഒരു സജഷനും കൂടി തരാനുള്ളത് സ്ട്രാറ്റജി ഫോർമുലേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മാറി മാറി വരാറുള്ളതാണ്. എക്സ്പ്ലെയിൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കണം. അതുപോലെ തന്നെ സ്റ്റെപ്സ് ആണ് സാധാരണ കണ്ടുവരാറ്. സ്ട്രാറ്റജി ഫോർമുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് അതും നോക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള. നമ്പർ 1 നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ മിഷൻ ഇതിലേതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്താണ്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സ്കാനിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അപ്രോച്ചസ്, പോർട്ടറുടെ 5 ഫോഴ്സസ് അല്ലെങ്കിൽ മിൻസ്ബർഗിൻ്റെ 5P സ്ട്രാറ്റജി മാറി മാറി വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് രണ്ടും ഉണ്ടായിരുന്നു. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് പ്ലാൻ,
പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പ്രോസസ്സ്, സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ജോയിന്റ് വെഞ്ചർ അതിന്റെ ബെനിഫിറ്റ്സ്, സോട്ട്, ETOP, ദെൻ KFS. ഇതിൽ ഏതെങ്കിലും ഒരു ടേമുകൾ 2ഓ 3യിലോ മാറി മാറി കാണാറുള്ളതാണ്. ഡിവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ മെർജർ, എക്സ്പാൻഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, അതുപോലെ തന്നെ റിട്രിച്ച്മെന്റ്, മറ്റൊരു സ്ട്രാറ്റജി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ആ ചാപ്റ്ററിലുള്ളത് നമുക്ക് 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഡ്യൂപോൺ കൺട്രോൾ മോഡൽ പലപ്പോഴും മാറി മാറി വരുന്നതാണ്. ഞാൻ പറഞ്ഞു 2ലും 3ലും പ്രതീക്ഷിക്കാം. എലമെന്റ്സ് ഓഫ് മൈക്രോ എൻവയോൺമെന്റ് ഓഫ് എ ഫേം, അതുപോലെ തന്നെ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ഫോർകാസ്റ്റിംഗ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, 4 ടൈപ്സ് ഓഫ് മെർജർ, പിന്നെ ബാലൻസ് സ്കോർ കാർഡ്, കോർ കോമ്പിറ്റൻസ്, സ്ട്രാറ്റജി ഫോർമുലേഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് ഒരു 7 കിട്ടും. ഓക്കെ, സോ ആദ്യത്തെ ഒരു 8 ചോദ്യങ്ങൾ ഇതാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.